മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. Letter to Romans chapter 2 verse 5. എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. ദൈവമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. ദൈവത്തിനും ധാർമ്മിക നിയമത്തിനും വിരുദ്ധമായി നാം ജീവിച്ചാൽ അതിന് തക്ക ശിക്ഷയുണ്ടാകും. അനുതാപമില്ലാതെ ഹൃദയം കഠിനപ്പെടുത്തി ദൈവിക ശിക്ഷണങ്ങളെ അവഗണിച്ച് ജീവിച്ചാൽ നാം നാശത്തിൽ പതിക്കും. നമ്മുടെ തെറ്റുകൾക്ക് ആദ്യം ചെറിയ ശിക്ഷണങ്ങൾ തരും. ശിക്ഷണങ്ങൾ മനസ്സിലാക്കി തെറ്റുകൾ ആവർത്തിക്കാതിരുന്നാൽ നാം രക്ഷപ്പെടും. വീണ്ടും പാപവഴികൾ സഞ്ചരിച്ചാൽ ക്രമേണ ശിക്ഷണത്തിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവസാനം ഭയങ്കരമായ ശിക്ഷയും നാശവും സംഭവിക്കും. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ രഹസ്യമായി പരിശോധിച്ചാൽ തെറ്റുകൾക്ക് തക്ക ശിക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാകും. അപസഞ്ചാരം ചെയ്ത ഓരോ അവസരവും ദൈവം നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ശിക്ഷകൾ തന്നിട്ടുണ്ട്. ആദ്യം ശിക്ഷകൾ രഹസ്യവും ലളിതവുമായിരിക്കും. ഫറവോ രാജാവ് ഇസ്രായേലിനെ പീഡിപ്പിച്ചു. ദൈവം നടത്തിപ്പനുസരിച്ച് മോശയുടെ സ്വാതന്ത്ര്യം അപേക്ഷിച്ചു. ആദ്യം ഫറവോന് മനസ്സിലാകത്തക്ക വിധത്തിൽ ഒരടയാളം കാണിച്ചു. വടി പാമ്പായി തീർന്നു. തുടർന്ന് പല ബാധകളുണ്ടായി. ഓരോ പ്രാവശ്യവും ജനത്തെ വിട്ടയക്കാമെന്ന് ഫറവോ രാജാവ് സമ്മതിച്ചു. ബാധ മാറിയപ്പോൾ ഹൃദയം വീണ്ടും കഠിനപ്പെടുത്തി. ആദ്യജാതന്മാർ മരിച്ചപ്പോൾ 3 ദിവസത്തേക്ക് മാനസാന്തരം നിലനിന്നു. വീണ്ടും അധർമ്മം പ്രവർത്തിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ചെങ്കടലിൽ മുങ്ങി നശിക്കാനിടയായി. ദൈവം കൊടുത്ത മുന്നറിയിപ്പുകളെയും ശിക്ഷകളെയും അവഗണിച്ചതിന് ഫലമായി വലിയ നാശം സംഭവിച്ചു. ദൈവശിക്ഷണങ്ങളെ കണ്ട ശേഷം നിസ്സാരമെന്ന് കരുതി പാപത്തെ രഹസ്യമായി താലോലിച്ചാൽ വലിയ ശിക്ഷാവിധി ഉണ്ടാകും. ആദ്യം ദൈവം ബാലശിക്ഷകൾ തരും, അവഗണിച്ചാൽ ന്യായവിധി ഉണ്ടാകും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.